ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓ ഗായ്സ്, നമ്മൾ സിനിമ കാണാൻ പോവാണ് ഗായ്സ്. ഇന്നത്തെ വീഡിയോ നമ്മൾ മിറേജ് ചിത്തു ജോസഫിൻ്റെ ആസിഫിൽ അഭിനയിച്ച സിനിമ കാണാൻ പോവാണ് ഗായ്സ്. അപ്പം അതിൻ്റെ റിവ്യൂ, സിനിമ എങ്ങനെയുണ്ടെന്നും എല്ലാം കാണിച്ചു തരാം. നമ്മളിന്ന് UK ലീഡ്സിലുള്ള വ്യൂ സിനിമാസിലാണ് കാണാൻ പോകുന്നത്. ആൻഡ് എൻ്റെ കൂടെ ടോമുണ്ട്, സാവിയുണ്ട്. എന്താടാ ഗൈസ്, നമ്മളിപ്പോൾ ഓണപ്പരിപാടി നമ്മുടെ 1 million സബ്സ്ക്രൈബേഴ്സ് വരുന്നതായിരിക്കും. സോ എല്ലാവരും സ്റ്റേ ട്യൂൺ. ഗൈസ് നോക്കൂ, നമ്മളിവിടെ ആരും അറിയാതെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് മിക്സറും പിന്നെ യോഗട്ടും കയറ്റി ഗൈസ്. ഷെയ്ക്കൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ ഈ പൊക്കം മേടിക്കണം ഷെയ്ക്ക് മേടിക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കണം ഗൈസ്. നോക്കൂ, നമ്മൾ ഓണപ്പരിപാടിക്ക് പോയിട്ട് നേരെ വന്നിരിക്കുക. അതാണ് ഈ ഡ്രസ്സൊക്കെ കണ്ടില്ലേ. ഓണപ്പരിപാടിക്ക് പോയിട്ട് നേരെ വന്നിരിക്കുകയാണ്. എന്താ മേടിക്കണ്ട പറ. എന്താ സാവിക്ക് എന്താ പറയാനുള്ളത്? സാവിയാണ് മെയിൻ താരം ഗൈസ്. മറ്റേ എന്ത് നീ സിനിമ കാണിച്ചു തരാം. നമ്മള് സ്ക്രീൻ 7-ലാണ് പോകുന്നത്. നിക്ക് നോക്കട്ടെ, തുടങ്ങി. ഇതാണ് ഗൈസ് തിയേറ്ററിന്റെ ഇത്ര സ്ക്രീനകത്തുണ്ട്. ട്രെയിലർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മള് എന്നെ മേടിച്ചിട്ട് വരാം ഗൈസ്. അപ്പൊ നമ്മള് പോയി എന്താ കഴിക്കാൻ അവിടെ ഉള്ള എന്താ നോക്കിട്ട് ഗൈസ്. അപ്പൊ നോക്കിട്ട് വരാം നമുക്ക് എന്തൊക്കെയാ അവിടെ കഴിക്കാനുള്ളതെന്ന്. എന്താ വേണ്ട, എന്ത് വേണേലും കഴിക്കാം. നമ്മളെന്തും കഴിക്കും അല്ലേ? എന്തല്ല അത്യാവശ്യം നല്ല അത്യാവശ്യം എന്തല്ലേ നമ്മളെല്ലാം കഴിക്കും. ഇതൊരു കൊച്ചുമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ താഴെയാണ് ഫുഡ് സെക്ഷൻ. അപ്പോൾ നമ്മൾ എന്താ നമുക്ക് കഴിക്കാനുള്ളതെന്ന് പോയി നോക്കിയിട്ട് വരാം. നമ്മൾ കൊണ്ടുവന്നിപ്പം യോഗട്ടും ഇതും കയറ്റിട്ട് മിക്സറും അവരറിയാതെ കയറ്റിട്ടുണ്ട്. ഇവിടെ വെളിയിൽ നിന്നുള്ള ഫുഡ് കയറ്റാൻ പാടില്ലെന്നാണ്. ഇത് വ്ളോഗ് വരും ഗായ്സ്. നമ്മള് മടിയാണ്, കുറെ വീഡിയോ എടുക്കും പക്ഷെ ഒന്നും ഇടണല്ലേ. ഓണപ്പരിപാടിയുടെ വീഡിയോ ഒക്കെ എടുത്ത്, പക്ഷെ നമ്മൾ അവിടെ ചെന്നിട്ട് എടുക്കാനൊക്കെ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. ഇതെന്തായാലും വ്ളോഗ് വരും. ഇത് നമ്മള് ഏത് റിവ്യൂ അവിടെ അത് എഡിറ്റ് ചെയ്യാൻ മറന്നു. അവിടെ എഡിറ്റ് ചെയ്യാതെ ഗായ്സ് നോക്കൂ, അവിടെ കണ്ടോ ഇത് ലൈറ്റ്സ് അവിടെ എഴുതിയിട്ട് നോക്കൂ മച്ചാരെ. അപ്പോൾ അവിടെ നമ്മള് വീഡിയോ ഹൃദയപൂർവ്വത്തിൻ്റെ നോക്കിയതാണ്. പക്ഷെ നമ്മൾ വീഡിയോ വ്ളോഗായിട്ട് ഇട്ടില്ല. അപ്പോൾ അടുത്ത വ്ളോഗൊക്കെ വരുന്നതാണ്. നമ്മളാണ്ട് ഐസ്ക്രീം നോക്കാൻ വേണ്ടി. ഐസ്ക്രീം മേടിക്കണോ? യോഗട്ടില്ലേ? പോപ്കോൺ എന്തെങ്കിലും മേടിക്കും. ഷെയ്ക്ക് വാങ്ങി. ഇവിടെ ഷെയ്ക്ക് ഉണ്ടോ? നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യണം. അങ്ങനെ പറയാ. എന്തായാലും മേടിച്ചിപ്പോ. അപ്പോൾ നമ്മള് ഇവിടെ മേടിക്കുന്ന ഇത് കണ്ട, ചെറിയ കപ്പ്, വലിയ കപ്പ്, ലാർജ്, സ്മോൾ, മീഡിയം, ലാർജ്, കോം ടോപ്പൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റില്ല. അവർ വേറെ കൊണ്ടുതരും. ഇവിടെ സ്പൂൺ ഉണ്ടായിരുന്നു. മെഗ്ഡിയിൽ നിന്ന് നമ്മൾ സ്പൂണൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടാണ് പൈസ തന്നത്. നമ്മൾ യോഗട്ട് കഴിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് സ്പൂൺ എടുത്തില്ല. മെഗ്ഡിയിൽ നിന്ന് കണ്ടോ 3 പേർക്ക് 3 സ്പൂണൊക്കെ എടുത്തോണ്ട് വന്നത്. അപ്പോൾ നമ്മൾ മിറേജ് തുടങ്ങിയോ? മിറേജ് തുടങ്ങിക്കാണോ? എന്താ എനിക്ക് പറയാനുള്ളത്? ഒന്നും പറയാനില്ലേ? എന്താ ഡാൻസ് കളിക്കുക? ഓ ഗായ്സ് നോക്കൂ, ദാണ്ട് സാവിയോടെ പുതിയ ഷൂ. ഒന്നൂടെ കാണിച്ചു. അത് ഇപ്പോഴത്തെ ട്രെൻഡാണ്. ഓരോരോ പിള്ളേരുടെ പാഷനെ. ഓടി വന്ന ഇപ്പൊ ഓടുവല്ലോ, കെട്ടിക്കും. അങ്ങനെ അതാണ് നിന്റെ പേടി.
ഗൈസ് അപ്പോൾ ഇതെന്നതാ മേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പോകാം ബാ. ഗൈസ് അപ്പോൾ നമ്മളിവിടെ എന്തെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ മേടിക്കട്ടെ, അല്ലേ അത് തിരിച്ച് തിയേറ്ററിലോട്ട് കയറട്ടെ. ഗൈസ് അപ്പോൾ നമ്മൾ പടം ഫസ്റ്റ് ഹാഫ് കണ്ട്. ഫസ്റ്റ് ഹാഫിൻ്റെ റിവ്യൂ എനിക്കെന്താ പറയണമെന്ന് വെച്ചാൽ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താ വെച്ചാൽ കൊള്ളാം, ത്രില്ലിംഗ് ആണ് പടം, ഒരു ത്രില്ലർ പടം. ഞാൻ പറഞ്ഞാണ് ഗൈസ്, ഇവന്മാർ പോക്കോൺ മേടിക്കാൻ വേണ്ടി പോയാണ്. ഞാൻ പറഞ്ഞു കട അടച്ചു, പക്ഷെ ഇവന്മാർ എന്നെ വിശ്വസിച്ചില്ല. എന്നടാ കട അടച്ചില്ലേ? അടച്ചില്ലേ? സിനിമയുടെ ഇതെന്താ ഫസ്റ്റ് ഹാഫിന്റെ റിവ്യൂ പറ. ഫസ്റ്റ് ഹാഫിന്റെ റിവ്യൂ പറ. അല്ല കൂടുതൽ ഇതൊന്നും വേണ്ട, സിനിമ എക്സ്പീരിയൻസ് ചെയ്യണം. OTT ഇറങ്ങിയിട്ട് കാര്യമില്ല. OTTയിലെ എക്സ്പീരിയൻസ് ചെയ്യാം, ഇവന്തോ നമ്മള് സിനിമ തിയേറ്ററിൽ കാണും. ഓടുതോ കുഴപ്പമില്ല, പടം കണ്ടിരിക്കാം. സീനാണ്, സെറ്റാണ്, നല്ല ത്രില്ലുണ്ട്. ഗൈസ് ഫസ്റ്റ് ഹാഫിൽ ഒരു ട്വിസ്റ്റ്, വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് ആദ്യം അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ അത്യാവശ്യം സിനിമാറ്റോഗ്രാഫി എല്ലാം നോക്കുക ഇതാണെങ്കിൽ അപ്പം ആ ട്വിസ്റ്റ് ലാസ്റ്റ് വരും തിരിച്ചു വരും. വരും തിരിച്ചു വരും. അല്ല ദൃശ്യത്തിന്റെ കൊള്ളാം, സിനിമ കൊള്ളാം. ടച്ചൊന്നുമില്ല. ത്രില്ലിംഗ് ടച്ച് എവിടെ നിനക്ക് എവിടെ ടച്ച് തോന്നി? ഇവിടെ ടച്ച് തോന്നി. അപ്പൊ ഗൈസ് ടച്ചൊന്നും തോന്നിയില്ല. പടം അത്യാവശ്യം ത്രില്ലിംഗ് ആണ്. പിന്നെ ഇത് ട്വിസ്റ്റ്, ഞാൻ പറഞ്ഞ പോലെ ട്വിസ്റ്റ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ആ ട്വിസ്റ്റ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ എന്താ, കൊള്ളാം, എൻഗേജിങ് ആണ്. പിന്നെ സെക്കൻഡ് ഹാഫും കൂടെ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം, അല്ലേ? ഇപ്പം സമയം ഇവിടത്തെ എത്രയായി? സമയം നോക്കിയാൽ എത്രയായിരുന്നു? കൊച്ചിന് വോയിസ് സമയം എത്ര? 10:45. 12 മണിക്കാണ് ഇത് വരുന്നത്, തീരുന്ന പടം. ടൈറ്റിലൊക്കെ കാട്ടി, ഞാൻ ഫോട്ടോ എടുത്തല്ലേ. അന്നോടനെ തിന്നല എല്ലാം ഉണ്ടാക്കിലോട്ട് വേണം. അപ്പൊ ഗൈസ് നമ്മൾ ബാക്കിയും കൂടെ കണ്ടിട്ട് പറയാം. So guys, 1 million subscribers in YouTube, so we are ordering bulk biscuits. 1000 ഒരു സ്റ്റിക്കർ അവന്റെ മെമ്മോ കറിഞ്ഞിട്ടുണ്ട്. ഡീൽ വന്നിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഫുള്ള് കുറെ ഓർഡർ ചെയ്തു. 1500 കണ്ട് ഓർഡർ ചെയ്തു. എന്നിട്ട് സാധനം എടുത്തോ? ഉണ്ടാക്കിക്കൊണ്ടിരിക്കില്ലേ? അവൻ പോയി മേടിച്ചോ? അവൻ വെറുതെ കഴപ്പ്, കാശിന്റെ കഴപ്പുണ്ട്. അല്ല എന്നിട്ട് അവൻ മേടിച്ചോന്ന് ആൾക്കാരെ ഞാൻ കണ്ടു. നമ്മളിപ്പോ മെഗ്ഡിയിലാണ്. അയ്യോ ഫോട്ടോ ഒന്നും കാണിക്കണ്ട. ഇതെന്നത് തെറിക്കുന്നത് ടാങ്കൽ ലോറി പോലെ തുപ്പല് തെറിക്കുന്നത്. പറ സിനിമയെ കുറിച്ച് പറ. സിനിമയെ കുറിച്ച് ജോക്കുന്റെ ചാനൽ കാണുന്നവരാണ് ഞാൻ അറിയാൻ പറ്റും. കൊച്ചുവിനെ സിനിമയെ കുറിച്ച് പറ. ഇത്ര അല്ലല്ല ഗൈസ്, ഞാൻ പറഞ്ഞ ഇത് ഇതിനകത്തൊന്ന് ക്യാമറ ഒന്ന് എടുത്തണം. നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് ഗൈസ്. അപ്പം എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാം. ചാനല് ഞാൻ പുതിയ ചാനലോട് കൊണ്ട് ഗൈസ്, എനിക്കൊരു പ്രോപ്പറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. സ്റ്റേ ട്യൂൺ ആൻഡ് അപ്പോൾ ഗൈസ് നമ്മൾ സിനിമ കണ്ട് പടം നമ്മൾ ഓർഡറിന് ഇട്ടിട്ടാണ് സിനിമ കാണാൻ വന്നത്. സ്റ്റോൺ പേപ്പർ സിസർ ഇവൻ കോഞ്ചറിങ് കാണണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. എനിക്കും ടോമിനും ആയിരുന്നു മിറേജ് കാണുന്നത്. എൻ്റെ മച്ചന്മാരെ നിങ്ങളിത് OTT ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യില്ലേ? ഈ പടത്തിനുള്ള അപ്രിസിയേഷൻ കിട്ടിയിട്ടില്ല. വേണ്ടെന്താ നിങ്ങൾ നിങ്ങൾ പോയി അടുത്തുള്ള തിയേറ്ററിൽ സിനിമ മിറേജ് നമ്മളെ കണ്ട വൈബും രക്ഷയില്ല. ഒരു രക്ഷയില്ല പറയാനില്ല. രക്ഷപ്പെടാൻ പറ്റില്ല. അതും ക്ലൈമാക്സിലൊക്കെ വമ്പൻ ട്വിസ്റ്റ്. ഓരോ ട്വിസ്റ്റ് ഓരോ ട്വിസ്റ്റ്. എങ്ങനെ ജോസഫിനെ തിങ്കിങ് ഇഫ് യു വാണ്ട് മോർ ടൈം, ഇഫ് യു വാണ്ട് ടു കണ്ടിന്യൂ.
അതില് ജിത്തു ജോസഫ് എങ്ങനെ ചിന്തിക്കുന്നല്ലേ ഇത്ര മാരക ചിന്ത 2 തല്ലിണ്ട് ആൾക്ക് എന്റെ പൊന്നെ. ദൃശ്യം 3 അത് ഒരു 1.5 പടമായിരിക്കും എനിക്ക് ഇപ്പളെ പറയാൻ ദൃശ്യം 3 ഉണ്ടോ? അറിയത്തില്ല ഇവൻ ഈ യൂണിവേഴ്സിലൊന്നും അല്ല കാര്യം ഞാൻ മാർവലിന്റെ അത് നമ്മള് മെഗ്ഡിയിലാണ് മെഗ്ഡിയാണ്ട് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് പിന്നെ ആരും മറക്കണ്ട മിറേജ് ഒരു രക്ഷയില്ല ഈ പടം ഭയങ്കരമായിട്ട് കണക്ട് ആയി ഒരു രക്ഷയില്ല അടുത്തുള്ള തിയേറ്ററിൽ നിങ്ങൾ പോയി കാണും കാലറി അല്ല അപ്പൊ ഗായ്സ് എന്ത് സിനിമ പോയി കാണാൻ പറ അതല്ല സിനിമ പോയി കാണാൻ പറടാ സിനിമ ഉണ്ടോ? നിങ്ങൾക്ക് സിനിമ ഉണ്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. അടിപൊളിയാണ്, അടിപൊളി. ലാസ്റ്റ് ഒക്കെ നമ്മൾ ചിന്തിക്കാത്ത പോലെയാണ് എടുത്ത് വെച്ചേക്കണം. അടിപൊളി കാണാം. ഞാൻ ആദ്യം വിചാരിച്ചൊരു സാധാ OTT കാണേണ്ട പടമാണുള്ളത്. പക്ഷെ ഇപ്പൊ കണ്ടപ്പോഴേ നമുക്ക് തോന്നുന്നത് ആസിഫ് അലി മച്ചാനെ പുളി അല്ല അഭിനയം വേണമല്ലോ, കുറച്ച് അഭിനയം വേണം. നമ്മള് സ്പോയിലർ ഒന്നും പറയുന്നില്ല, ആ ചേച്ചിക്കാണ് അത്ര അഭിനയിക്കാൻ പറ്റുന്നത്. സ്പോയിലർ ഒന്നും നമ്മൾ പറയുന്നില്ല. നിങ്ങൾ മസ്റ്റായിട്ട് സ്പോയിലർ പറയുന്നതിനെ കൂട്ടും. ആസിഫ് അലി ഇജാതി പെർഫോമൻസ് ആസിഫ് അലിനെ പോലെ വേറെ ആൾക്ക് അഭിനയിക്കാൻ പറ്റില്ല. ശരിക്കും ഒരു ഐക്കോണിക് സംഭവം തന്നെ. പിന്നെ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല, കാരണം നിങ്ങൾ മസ്റ്റായിട്ട് മിറേജ് കൂടുതൽ പറഞ്ഞൊന്നും സ്പോയിലാക്കുന്നില്ല. പടം ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയി. ഇതെന്തായാലും പടത്തിന്റെ ഓളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവന്റെ വീഡിയോ വരാം. പടം വീഡിയോ അടുത്ത നാളെ തന്നെ ഇറങ്ങും. നമ്മളിന്ന് കണ്ട ഇന്നത്ര 21 ഞായറാഴ്ച, ഇപ്പൊ തിങ്കളാഴ്ച രാവിലെ നാട്ടിൽ ഇറങ്ങും. ഇല്ലല്ല എനിക്ക് നോക്കട്ടെ, വെയിറ്റ് ചെയ്യും, ഞാൻ ഇന്ന് തീർക്കട്ടെ. ഇവിടെ വെച്ച് തീർക്കാണ്. അപ്പൊ ഗായ്സ് നിങ്ങൾ ഉടനെ അടുത്തുള്ള തിയേറ്ററിൽ പോയി മിറേജ് ആണ്. മിറേജ് എന്നല്ലേ പ്രൊണൗൺസ് ചെയ്യുന്നത്. കൊച്ചു നീ ആടാ യഥാർത്ഥ സബ്സ്ക്രൈബർ. അപ്പൊ ഗായ്സ് അതില് നമ്മൾ ഈ വീഡിയോ അപ്പൊ അടുത്ത വീഡിയോ കാണാം. നമ്മള് ഫുഡ് കഴിക്കണം.